നമസ്കാരം. അമേരിക്കയിലെ പ്രമുഖ ആരോഗ്യ സംരക്ഷണ സ്ഥാപനമായ മെയിൻ ഹെൽത്ത് ഒരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ജീവിച്ചിരിപ്പോൾ 500ഓളം രോഗികൾ മരിച്ചു എന്ന് കാട്ടിക്കൊണ്ട് ഈ സ്ഥാപനത്തിൽ നിന്ന് രോഗികളുടെ ബന്ധുക്കൾക്ക് കത്തയച്ചതാണ് ഇപ്പോൾ വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സാങ്കേതിക തകരാറുകൊണ്ട് സംഭവിച്ചതാണ് എന്നാണ് ഇപ്പോൾ മെയിൻ ഹെൽത്ത് വിശദീകരിക്കുന്നത്. ഈ തങ്ങൾക്ക് പിഴവ് പറ്റിയെന്ന് സമ്മതിച്ച മെയിൻ ഹെൽത്ത് ഈ മരിച്ചതായി അവർ പരാമർശിച്ച രോഗികളുടെ ബന്ധുക്കളെ അവർ ബന്ധപ്പെടുകയും ഇക്കാര്യത്തിൽ ക്ഷമാപണം നടത്തുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ആരെങ്കിലും ഇവർക്കെതിരെ കേസുമായ രംഗത്തെത്തുമോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഈ സന്ദേശം ലഭിച്ച പല ബന്ധുക്കളും ഞെട്ടിപ്പോയി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. രോഗിയായ ഒരു സ്ത്രീ പറഞ്ഞത് ഈ വാർത്ത തന്നെ ശരിക്കും ഞെട്ടിപ്പിച്ചു എന്നാണ്. താൻ ആകെ അമ്പരപ്പിലായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ. തൻ്റെ ബന്ധുക്കളൊക്കെ നിരന്തരമായി തന്നെ വിളിച്ച് താൻ മരിച്ചോ എന്താണെന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ആശുപത്രി സംവിധാനം സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറുകയാണ്. 500-ലധികം രോഗികൾ മരിച്ചു എന്ന് പറഞ്ഞ് അവരുടെ ബന്ധുക്കൾക്ക് തെറ്റായ മെസ്സേജ് ചെല്ലുമ്പോൾ അവരുടെ എല്ലാം തന്നെ വിശ്വാസം ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് ഈ ആശുപത്രികൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കുറേ നാൾ മുമ്പ് ഈ ആശുപത്രിയിലെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് എന്തെങ്കിലും പിഴവ് സംഭവിച്ചതാണോ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണമെന്ന് കമ്പനി ആലോചിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് അവർ IT വിദഗ്ധരെ നിയോഗിച്ചുകൊണ്ട് തന്നെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ ഈ ഒരു ലിസ്റ്റിൽപ്പെട്ട രോഗികളുടെ ആരുടെയും തന്നെ പേരുവിവരങ്ങൾ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും തന്നെ ഇവർ മരിച്ചു എന്ന് ഇനിയും ചേർക്കപ്പെട്ടിട്ടില്ല എന്നും അക്കാര്യത്തിൽ കമ്പനി വളരെ ജാഗരൂകരായി തന്നെ വീക്ഷിക്കുന്നുണ്ട് എന്നുമാണ് ഇപ്പോൾ മെയിൻ ഹെൽത്ത് വിശദീകരിക്കുന്നത്. ഇതിലെ വളരെ വിചിത്രമായ കാര്യം, ഇവർ മരിച്ചു എന്ന് അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾക്കൊപ്പം തന്നെ കമ്പനിയുടെ അനുശോചനം ഇതിലുണ്ടായിരുന്നു. കൂടാതെ ഇവരുടെ ആശുപത്രി ബില്ലുകൾ എത്രയും വേഗം അടയ്ക്കണമെന്നും അവർ നിർദ്ദേശിച്ചിരുന്നു. ഇത് പല ബന്ധുക്കളെയും അങ്കലാപ്പിലാക്കിയിരുന്നു. കാരണം ചില രോഗികൾ ആശുപത്രിയിൽ തന്നെ കഴിയുന്ന കാലഘട്ടമായിരുന്നു ഇത്. ആ സമയത്ത് പെട്ടെന്ന് അവർ മരിച്ചുപോയി എന്ന് ഉടനെ നിങ്ങൾ ബില്ലടയ്ക്കണം എന്നും പറഞ്ഞുകൊണ്ട് മെയിൽ വരുമ്പോൾ അത് രോഗികളുടെ ബന്ധുക്കളെയും ശരിക്കും വല്ലാത്ത വെട്ടിലാക്കിയിരുന്നു. കാരണം അമേരിക്ക പോലുള്ള വലിയ ചികിത്സാ ചിലവ് ആവശ്യമായി വരുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ പെട്ടെന്ന് രോഗി മരിച്ചു എന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ ബില്ലടയ്ക്കണം, മൃതദേഹം കൊണ്ടുപോകണം എന്നൊക്കെ സന്ദേശം വരുമ്പോൾ അവർ വല്ലാതെ അങ്കലാപ്പിലാകാറുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഏതായാലും അമേരിക്കയിലാകെ തന്നെ ആരോഗ്യ മേഖലയിൽ വലിയ തോതിലുള്ള നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം. ഒക്ടോബർ 20-നാണ് ഇത് സംബന്ധിച്ച സന്ദേശങ്ങൾ എല്ലാവർക്കും കിട്ടിയത്. പിഴവ് മനസ്സിലാക്കി തൊട്ട് പിന്നാലെ തന്നെ ഈ പ്രശ്നം പരിഹരിച്ചതായിട്ടാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തിയിട്ടുമുള്ളത്. 2021 തന്നെ അമേരിക്കയിലെ മറ്റൊരു ഇത്തരത്തിലുള്ള ആരോഗ്യ സ്ഥാപനവും കമ്പ്യൂട്ടർ പിഴവ് കാരണം അവരുടെ നിരവധി രോഗികൾ മരിച്ചതായി അറിയിച്ചുകൊണ്ട് ബന്ധുക്കൾക്ക് സന്ദേശം അയച്ചിരുന്നു. എന്നാൽ പിന്നീട് തെറ്റ് മനസ്സിലാക്കിയ കമ്പനി ഇക്കാര്യത്തിൽ ക്ഷമാപണം നടത്തി തലയുരുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മെയിൻ ഹെൽത്തിൻ്റെയും കാര്യം. അമേരിക്കയിലെ 25,000-ഓളം ജീവനക്കാരുള്ള